എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ വഹ് യഹ് പഠിച്ചു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ വഹ് യഹിൻ്റെ വിവിധ രൂപങ്ങളാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. വഹിൻ്റെ വിവിധ രൂപങ്ങളാണ് ഉസ്ക, ഉസ്കി, ഉസ്കി. അവൻ്റെ, അതിൻ്റെ, അവളുടെ എന്നർത്ഥം വരുന്നതിന് വേണ്ടി നമ്മൾ ഉസ്ക, ഉസ്കി, ഉസ്കി ചേർക്കും. യഹിൻ്റെ വിവിധ രൂപങ്ങളാണ് ഇസ്ക, ഇസ്കി, ഇസ്കി. ചിലപ്പോൾ നമ്മൾ പറയും ഇവളുടെ, ഇസ്കി, ഇവൻ്റെ, ഇസ്ക, ഇതിൻ്റെ, ഇസ്ക, ഇസ്കി എന്നൊക്കെ ചേർത്തിട്ട് നമുക്ക് എഴുതാം. അടുത്ത സർവനാമം പ്രോനൗണാണ് തു, നീ, യു എന്ന് ഇംഗ്ലീഷിൽ പറയും. തേര, തേരെ, തേരി ഇതിൻ്റെയൊക്കെ അർത്ഥം നിൻ്റെ എന്നാണ്. തേര, തേരെ, തേരി ഇതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ. തു സിംഗുലർ ഏകവചനമാണ്. തു സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ സെൻറ്റൻസിൻ്റെ അവസാനം നമ്മൾ ഹേ ചേർത്തിട്ട് എഴുതാം. എന്തുകൊണ്ടാണ്? കാരണം തു ഏകവചന ശബ്ദമാണ്. ഹം, ഹമ്മിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ. ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ എഴുതാൻ സാധിക്കും. ഹമാര, ഹമാരെ, ഹമാരി. സ്ത്രീലിംഗമാണെങ്കിൽ ഹമാരി എഴുതും, ബഹുവചനമാണെങ്കിൽ ഹമാര എഴുതും, ഏകവചന ശബ്ദമാണെങ്കിൽ ഹമാര എന്ന് എഴുതും. ഹം ബഹുവചന ശബ്ദമാണ്, പ്ലൂറലാണ്. അതുകൊണ്ട് സെൻറ്റൻസിൻ്റെ അവസാനം ഹം ആരംഭിച്ച് വരുമ്പോൾ സെൻറ്റൻസിൻ്റെ ലാസ്റ്റിൽ ഹൈം ചേർക്കും. ഇംഗ്ലീഷ് നമ്മൾ ആർ എഴുതുന്നത് പോലെ ഹിന്ദി സെൻറ്റൻസ് എഴുതുമ്പോൾ സെൻറ്റൻസിൻ്റെ അവസാനം ഹൈം ചേർത്തിട്ടാണ് എഴുതേണ്ടത്. ഹം ബച്ചേ ഹൈം, ഹം ലഡ്കെ ഹൈം, ഹം ഛാത്ര ഹൈം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഹമ്മും ധൂവും പഠിച്ചു. ഇനി ഇത് ചേർത്ത് ഇനി എങ്ങനെ സെൻറ്റൻസ് എഴുതാമെന്ന് നോക്കാം. ഹം ബച്ചേ ഹൈം, ഹം ഛാത്ര ഹൈം, ഹം ഖേൽത്തെ ഹൈ, ഹം ജാത്തെ ഹൈം. ഈ സെൻറ്റൻസിലെല്ലാം ലാസ്റ്റിൽ എന്താണ്? ഹൈം വന്നിട്ടുണ്ട്. എന്താണ് കാരണം? ഹം ബഹുവചന ശബ്ദമായതുകൊണ്ട് നമ്മൾ ആ സെൻറ്റൻസിന് അവസാനം ഹൈം ചേർത്തിട്ട് എഴുതാവും. തു ചേർത്ത സെൻറ്റൻസ് എങ്ങനെ പറയാം? തു ക്യാ കർത്താ ഹേ, തു കഹാം ജാത്താ ഹേ, തു ക്യാ ഖാത്താ ഹേ. ഇതുപോലെ നിങ്ങളും ഹമ്മും തൂവും ചേർത്തിട്ട് സെൻറ്റൻസ് എഴുതുക.